എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് KBTയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ അളന്ന് വരച്ചു കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് വരയ്ക്കുന്നതിനുള്ള ഒരു ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ബ്രൗസറിൽ യഗേഷ് ബി എന്ന് ടൈപ്പ് ചെയ്യുക. യഗേഷ് എന്ന പേര് കഴിഞ്ഞ് ഒരു സ്പേസ് കൊടുത്ത് ബി. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് റിസൾട്ടിൽ വെബ്സൈറ്റിൻ്റെ പേര് വരുന്നതാണ് yageshb.de. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഈ വെബ്സൈറ്റിൽ ടൂൾ മെനുവിനകത്ത് ഏറ്റവും അവസാനം KBT ഡ്രോയിങ് ടൂൾ ഏറ്റവും ഒടുവിലായിട്ട് ആഡ് ചെയ്തതാണ് KBT ഡ്രോയിങ് ടൂൾ. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോയിങ് ഏരിയയും കുറച്ച് ടൂളുകളും വരുന്നതാണ്. ഇത് പ്രിലിമിനറി ഫങ്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ക്രോം ബ്രൗസറിനകത്താണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് വേണം ഈ വെബ്സൈറ്റ് എടുക്കാൻ. ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് വരച്ചു തുടങ്ങുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഡ്രോ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസ് വലത്ത് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ടെക്സ്റ്റ് ബോക്സും കൂടി മൂവ് ചെയ്യുന്നതാണ്. നമുക്ക് അവിടെ ആ അളവ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് M കീ പ്രസ് ചെയ്യുക. M മെഷർമെൻ്റ് എന്നുള്ള അർത്ഥത്തിൽ M കീ പ്രസ് ചെയ്യുക. അപ്പോൾ 5 മീറ്റർ ആണെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി അവിടെ നിന്നും നമുക്ക് ഒരു 2 മീറ്റർ വീണ്ടും M2 ഇങ്ങനെ വളരെ വേഗത്തിൽ ചെയ്യാം. M4 M3 അവസാനം ലൈൻ ക്ലോസ് ചെയ്യുക. M9 എന്നിട്ട് ഈ ഒരു ലൈൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് C എന്ന് പ്രസ് ചെയ്താൽ മതി. അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഡ്രോയിങ് ക്ലോസ് ആവുന്നതാണ്. ബിൽഡിംഗ് ഒക്കെ വരയ്ക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഡ്രോയിങ് ക്ലോസ്. വീണ്ടും നമുക്ക് വലത് ഭാഗത്ത് ഇതേപോലെ ഒരു ലൈൻ വീണ്ടും വരച്ചു കൊടുക്കാം. ചിലപ്പോൾ അപ്പർ ഏരിയ ആയിരിക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഏത് ഡയറക്ഷനിലും വരയ്ക്കാം. വരയ്ക്കുമ്പോൾ ഇവിടെ ഇടത് സൈഡിലെ ലൈൻ മാഞ്ഞു പോയി എന്നുള്ള പേടി വേണ്ട, അത് വരും. M ക്ലിക്ക് ചെയ്യുക, 4 കൊടുക്കുക. വീണ്ടും റൈറ്റ് സൈഡിലോട്ട് ഇതൊരു സ്നാപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനുകൾ മാത്രമാണ് ഇതിനകത്ത് വരയ്ക്കാൻ കഴിയുന്നത്. വീണ്ടും ഒരു M കൊടുക്കുക, 3.5 മുകളിലേക്ക് വരിക. M കൊടുക്കുക 4, C കൊടുക്കുക ക്ലോസ്. ഇത്രയും കൊടുക്കുമ്പോൾ 2 ഫ്ലോറുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ 2ൻ്റെ കൂടി ഏരിയ കൂട്ടി കൊടുക്കാം. സർവേ നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്ത് വിവരം വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അവിടെ ഒരു ഇൻപുട്ട് ചോദിക്കും. അവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. 51 M². ഓക്കെ ടൈപ്പ് ചെയ്യുക. നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്തത് അവിടെ ആയിരിക്കും ടെക്സ്റ്റ് വരുന്നത്. നമുക്ക് പൊസിഷൻ മാറ്റണമെങ്കിൽ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് തന്നെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ ഇതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. ടോട്ടൽ ഏരിയ. നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ മാറ്റി ക്ലിക്ക് ചെയ്യുക. ഈ ടെക്സ്റ്റും നമുക്കിങ്ങനെ മൂവ് ചെയ്യാം. വീണ്ടും ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ അടുത്ത വിവരങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കുന്നു. ഇതും നമുക്കിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മൂവ് ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും വിവരം കൊടുക്കാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് PDF എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു PDF ഡോക്യുമെൻ്റ് വരുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് പ്രിൻ്റൊക്കെ എടുക്കാം. ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇത് കൂടാതെ ഇവിടെ ഏറ്റവും താഴെയായിട്ട് അതിൻ്റെ വിവരങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. 2 ഷേപ്പുണ്ട്, 3 ടെക്സ്റ്റ് ഉണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ സ്കെയിൽ എഴുതിയിട്ടുണ്ട്. കറണ്ട് ടൂൾ ഏതാ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സിമ്പൽ കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഹെൽപ്പ് മെനു ഉണ്ട്. H കീ പ്രസ് ചെയ്താലും മതി. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും എന്തൊക്കെയാണെന്നൊക്കെ ഒരു പോപ്പപ്പിൽ കാണിക്കുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് ഹെൽപ്പാണ്. അപ്പോൾ ഈ വീഡിയോ
ഈ വീഡിയോ ട്യൂട്ടോറിയലും കൂടി ഞാൻ ഇത് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ഹെൽപ്പിനകത്ത് തന്നെ ഒരു വീഡിയോ ട്യൂട്ടോറിയലും കൂടി ഞാൻ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലിയർ ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിവരങ്ങളും ക്ലിയർ ആവും. ഇനി ഇതിനകത്തുള്ളൊരു കാര്യം, ഈ ഡ്രോ ചെയ്യുന്ന ലൈൻ ഈ ഒരു 4 ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. സ്ട്രെയിറ്റ് ലൈനുകൾ മാത്രമേ വരത്തുള്ളൂ. അതൊരു സ്നാപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. നമുക്കത് വേറെ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യവും കൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലിയർ കൊടുക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും അതിനകത്ത് ക്ലിയർ ആയി പോകും. എക്സ്പോർട്ട് കൊടുത്താൽ നമുക്ക് PDF ആയിട്ട് എക്സ്പോർട്ട് ആവും. അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനും മറ്റും സൗകര്യമായിരിക്കും. അപ്പോൾ കെട്ടിടത്തിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ ചെയ്തത്. അപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. നമുക്ക് C ബട്ടൺ കൊടുത്താൽ ക്ലോസ് ആവും. ഏത് പോയിന്റിലാണോ നിൽക്കുന്നത് ആ പോയിന്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ടിങ്ങിലേക്ക് ക്ലോസ് ആവുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ വെച്ചു, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം C ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ അതൊരു ട്രയാങ്കിളായി മാറും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം C കൊടുത്താൽ ഇങ്ങനെ ആയിരിക്കും ക്ലോസ് ആവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്ത് കളയാൻ കഴിയുന്നതാണ്, ക്ലോസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ധരിക്കുന്നു. 1-2 പ്രാവശ്യം വരയ്ക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട്, ഇതൊരു സിമ്പിൾ ടൂളാണ്, ഇതൊരു കോംപ്രഹെൻസീവ് ടൂളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ടൂളാണ്. 1-2 പ്രാവശ്യം വരയ്ക്കുമ്പോൾ നമുക്കിതിൻ്റെ ഏകദേശം ഒരു ഐഡിയ പിടികിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൃത്യമായിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിവരം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ടൂളുമായി കാണാം. നന്ദി, നമസ്കാരം.